അങ്ങനെ സ്കൂളിൽ പിള്ളേർ പോയതിന് ശേഷം നോക്കിയപ്പോൾ റൂമിൽ നിറയെ തുണി ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ. എനിക്ക് പൊതുവേ തുണി മടക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെയല്ല, ചെറിയ ചെറിയ തുണികളായത് കാരണം വലുതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടക്കി വെക്കാം. ചെറുതൊക്കെ ആകുമ്പം പതുക്കെ ഇരുന്ന് മടക്കണ്ടേന്ന് കരുതി ഞാൻ അവിടെ ഇട്ടു. അടുക്കളയിലത്തെ പണി കഴിഞ്ഞിട്ട് വന്ന് തുണിയൊക്കെ മടക്കി വെക്കാമെന്ന് കരുതി അടുക്കളയിലുണ്ടായിരുന്ന പാത്രമൊക്കെ തേച്ച് കഴുകി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോഴത്തേക്കും ചെറിയ ആളുള്ള കരച്ചിൽ തുടങ്ങി. അങ്ങനെ അതിന് ഫുഡ് കൊടുത്തു, കുഞ്ഞിനെ കുളിപ്പിച്ചു, ഒരുക്കി ഉറക്കി. ഞാനോർത്ത് കുറേ നേരം കിടന്ന് ഉറങ്ങുമായിരിക്കുന്നു. ഉറങ്ങുന്ന സമയം കൊണ്ട് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു, കുറച്ച് കഴുകാനുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യാമെന്ന് കരുതി തൊട്ടിയിലിട്ട് കിടത്തി ഉറക്കാമെന്ന് പറഞ്ഞ് തൊട്ടിയിലിട്ട് കിടത്തി. ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് വന്ന് നോക്കിയ സമയത്ത് തന്നെ കണ്ണും തുറന്നങ്ങ് കിടപ്പുണ്ട്. പിന്നെ മുകളിലാണ് തുണി വിരിച്ചിരുന്നത്. ടെറസായിട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലാണ്. അപ്പം ഡ്രസ് വർക്കൊന്നും മുകളിൽ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഇപ്പോൾ ഞങ്ങളൊരു 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മുകളിലെല്ലാം തുണിയൊക്കെ വിരിച്ചിട്ട് പിന്നെ അകമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാൻ നേരം കുഞ്ഞ് ഉള്ളത് കാരണം കുഞ്ഞിന് കളിക്കാൻ വേണ്ടി എല്ലായിടത്തും കുറേ സാധനം ഒരു പാ വിരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കും. പിന്നെ പിള്ളേരൊക്കെ പോയതിന് ശേഷമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിള്ളേർ പോയി വരുന്നത് വരെ പിന്നെ കുഴപ്പമില്ല, ഇതുപോലെ തന്നെ കിടന്നോളും. വന്നതിന് ശേഷം പിന്നെ ട്യൂഷന് പോയി എല്ലായിടത്തും വന്ന് കഴിയുമ്പോഴത്തേക്കും പിള്ളേരും ഒക്കെ ആയിട്ട് കളിയും ബഹളവും ഒക്കെ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്നാണ് കുട്ടികൾ കൂടുതലും കളിക്കുന്നത്. കാരണം അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് കളിക്കുന്നത്. അപ്പം വീടൊക്കെ പിന്നെ ഇതാവും. അങ്ങനെ ഒന്ന് തൂത്ത് അത് കാരണം 2-3 ദിവസം കൂടുമ്പോഴേ ഞാൻ തുടക്കത്തുള്ളൂ. മറ്റേത് ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കമൊക്കെ ചെയ്യുമായിരുന്നു, ഡെയിലി തുടക്കമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല, ഇപ്പം 3 ദിവസം കൂടുമ്പോഴേ തുടക്കത്തുള്ളൂ. അങ്ങനെ ഇതേ പെട്ടെന്ന് പോയി ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി കുഞ്ഞിനെയും ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇക്കാക്കൊരു ഷർട്ട് വന്നിട്ടുണ്ടായിരുന്നു പാഴ്സൽ. അതുമൊക്കെ എടുത്ത് ഞങ്ങളിതേ വീട്ടിലോട്ട് പോകാൻ നിൽക്കുമായിരുന്നു, എൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ഇതേ പോകാൻ വേണ്ടി ഞങ്ങൾ 2 വീലറിലാണ് ഇറങ്ങിയത്. അങ്ങനെ പോയി കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഇക്കാൻ വിളിച്ചുകൊണ്ട് വന്നോളും. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.